ഹലോ ഹലോ ഗായ്സ്, ഗായ്സ്. ഇന്ന് ഞങ്ങളുടെ കോളേജിൻ്റെ ലാസ്റ്റ് ഡേ വീഡിയോ ആണിത്. കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ മടി കാരണം ഇപ്പോഴാണ് ചെയ്യണേ. എനിവേയ്സ്, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞങ്ങളിതാ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇന്ന് ഇടയ്ക്ക് എന്തൊക്കെ വീഡിയോ ആണ്. ചെയ്യണം, ഇന്ന് എന്തൊക്കെ പരിപാടി ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പോയിക്കൊണ്ടിരിക്കുക കോളേജിലേക്ക്. കോളേജിൽ ചെന്നിട്ട് കാണാം. ബൈ. എനിക്കറിയാലോ ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ. വന്നതും പോകുന്നതും നമ്മൾ അറിയില്ല. അതെ, നിന്നതും അറിഞ്ഞില്ല. ഇവിടെ പാട്ട് തുടങ്ങി. പാട്ട് കാണാം. എന്റെ വ്ളോഗിലിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറ. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? സീറ്റിലുള്ള ഈ കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിലെ 4 വർഷങ്ങൾ. ആ 4 വർഷം ഇതിട്ട് എന്റെ റീച്ച് പോവും. അടുത്ത കാര്യം പറ. ജീവിതമാകെ ഒന്നല്ലേ നമുക്കല്ല നാമുണ്ട്. എന്തോന്നാ? ജീവിതമാകെ ഒന്നല്ല നമുക്കല്ല നാമുണ്ട്. എന്തെല്ലോ പറഞ്ഞിട്ട് നമ്മൾ പുരുഷല്ലേ. നീ എന്തേലും ഒക്കെ ചെയ്യും. ഹായ് എമി, എന്നെ ഉണ്ട്. ഒരു പാട്ട് പാടും. എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ എന്റെ ബ്ലോഗിലിട്ട് പടി. നീ പറ. അതെ, ഇത് മേഘ ആഷ്ലി കുറെ നാളായിട്ട് ഇത് വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയുന്ന ആഷ്ലി? എല്ലാവരും അമ്മയുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പറയണോ? ഞങ്ങൾ പോവാണ്. 4 വർഷം വന്നത് നിന്നത് പറഞ്ഞില്ല, ഇപ്പൊ പോകുന്നുണ്ട് പറയാൻ. ഇതാണ് ഋതിക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിട്ടു. പറഞ്ഞോ. എന്തായിരുന്നു നിന്റെ പേര്? പറ. ഇതാണ് ഋതിക. പിന്നെന്താ, ഇപ്പം ഞങ്ങളുടെ ബിടെക് കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ? Over this 4 years? സന്തോഷം. കണ്ണിൽ തൂത്തിട്ട് പറ. സന്തോഷം. പിന്നെന്താ, എല്ലാവരും പറയാനുള്ളത് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. എൻ്റെ ചാനൽ വളരെ ഇവർ കാരണമാണ്. എന്നെക്കാളും നന്നായിട്ട് ഇവരെല്ലാം സംസാരിക്കുന്നത്. ഡാനിയ, ഇതാണ് ഡാനിയ. എന്തേലും പറയാനുണ്ടോ? റീസു. ഞാനിടും. അവിടെ ഫോൺ കുത്തിരിക്കുന്ന 3 എണ്ണം. ചിരിച്ചേ. അച്ചോടാ, പിരിയാൻ പോകുന്ന വിഷമത്തിൽ ദിവ്യ. ഞങ്ങളിനി ഫോട്ടോ എടുക്കാനൊക്കെ പോവാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോരോ സീക്വൻസാണ് ഇതെല്ലാം. ഇതെല്ലാവരും ബെഞ്ചിൻ്റെ ഒക്കെ മണ്ടയിൽ കയറി നിൽക്കുക ഫോട്ടോ എടുക്കാനായിട്ട്. വേറെന്താ, ഞങ്ങളുടെ സർജു സാർ കയറി വന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു. ടാറ്റ. ഞാൻ പറഞ്ഞു വിടുവാണോ നിങ്ങൾ? അയ്യോ, തിരിഞ്ഞേക്കണോ? അപ്പോൾ ഞങ്ങളിപ്പം ക്ലാസ്സിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാനായിട്ട് പോവാണ് പാലായിൽ. ഫുഡൊക്കെ അടിക്കാൻ കയറി. എന്നിട്ട് ഞാൻ വീണ്ടും സ്വാതിരുമാണ്. സ്വാതി കുറച്ചധികം തിരക്കിലാണ്. സ്വാതിക്ക് വരാൻ പറ്റിയില്ല ഒന്നിനും. എന്നാലും ഞാൻ തിരക്ക്, വേറെ കുറെ തിരക്ക്. അതെ കേട്ടാ, he was busy. He was seriously busy. അതെ. പക്ഷെ സ്വാതി ഡ്രൈവിംഗ് സ്കിൽസ് കണ്ടു ഗൈസ്. അയ്യോ, അതെ കുലുക്കുന്ന വണ്ടി ഗട്ടറാണ്. അത് കേരള സർക്കാർ
ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഞങ്ങളുടെ ഒഫീഷ്യലി ആൻഡ് ഒഫീഷ്യലി ഞങ്ങളുടെ ക്ലാസ്സും എല്ലാം കഴിഞ്ഞു. ഒഫീഷ്യലി ലാസ്റ്റ് ഡേ. ഇനി എന്താണ്, ഇനി എക്സാം ബാക്കി ബ്ലാ 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 സ്റ്റഫ്സിന് വേണ്ടി മാത്രം വരുന്നു. ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചു അവിടെ ബ്ലോക്ക് ഇതവിടെ ഞങ്ങളുടെ പാല മരിയൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ കരുണാപുരം. ഇനിയിപ്പോൾ എന്താ നല്ല തിരക്കാ. വൈകുന്നേരം 4:30 ആയില്ലേ? 4:30 ആയി. ഇവിടുത്തെ ബ്രില്ലുണ്ട് ഇപ്പോൾ ഇല്ല, ഇപ്പം അവധിയാണെന്ന് തോന്നുന്നു പിള്ളേർക്ക്, എക്സാം അല്ല ടൈമല്ലേ. ഇനിയിപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോവാ, റെസ്റ്റ് എടുക്കുക. 3 ദിവസം കഴിഞ്ഞ് എക്സാമിനൊക്കെ വരണം അല്ലേ? നിങ്ങളോടൊക്കെ ഒറ്റ കാര്യം പറയാം. വണ്ടി ഓടിക്കുമ്പോൾ വല്ലവന്റെ നെഞ്ചത്ത് പോയി കയറാതെ പരമാവധി ശ്രമിക്കുക. അതെ, സ്വാതിയെ പോലെ ഓടിക്കാം. മാത്രമല്ല നാട്ടുകാരുടെയും കൂടെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. അല്ല എടി, അവിടെ വണ്ടിയുണ്ടോ നോക്കി. റോഡ് നമ്മുടെ മാത്രമല്ല, ഒരു ജംഗ്ഷൻ വന്നുകൊണ്ട് നമ്മൾ നിർത്തിയതാ. റോഡിൽ കൂടെ റോഡിൽ എല്ലാവരും ടാക്സ് കൊടുക്കുന്നത് അതൊക്കെ ശരിയാ. പക്ഷെ വല്ലവന്റെ നെഞ്ചത്ത് പോയി കയറാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. കാരണം നമ്മുടെ ഭാഗത്തുള്ള ഒരു തെറ്റുകൊണ്ട് വേറൊരുത്തിനും ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് നമുക്കും ബുദ്ധിമുട്ടാവും, അവർക്ക് അതിലും വലിയ ബുദ്ധിമുട്ടാവും, മാനസികമായിട്ടും അല്ലാണ്ടും ഒക്കെ. എന്തിനാ വെറുതെ അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മള് റൂള് പാലിച്ച്, എല്ലാവരും റൂളൊക്കെ പാലിച്ച് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്നാ നല്ലതാ. എന്ത് സുഖമായിട്ട് പോകും. നമ്മുടെ നാട്ടിലെ ഡ്രൈവിങ്ങിന് ഒരുത്തൻ തെറിപറയില്ല. ഈ പുറത്തൊക്കെയുള്ള ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കുന്നത് എന്ത് മാന്യമായിട്ട് ഓടിക്കുന്നത്. ഒന്നെനിക്ക് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ സോറി എങ്കിലും പറയും, നിനക്കൊക്കെ എന്തെങ്കിലും പറ്റിയോ സോറി, അല്ലെങ്കിൽ എന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ള മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിൽ മാത്രം വണ്ടി തട്ടിയാലും ശരി ഇല്ലേലും ശരി ഡാഷ് 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 എന്നും പറഞ്ഞോണ്ടായിരിക്കും ഇറങ്ങി വരിക തന്നെ. സത്യം. എന്താണോ ഇവിടെ ഇങ്ങനെ? പിന്നെന്താ, പിന്നെ വണ്ടി ഓടിക്കാൻ ക്ഷമ വേണം. കാരണം വെച്ചാൽ കുറെ ആൾക്കാർ പുതിയതായിട്ട് ഓടിക്കുന്നതൊക്കെ എല്ലാവർക്കും ഓടിക്കണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചാൽ നിങ്ങളും വൺസ് ഒരു ബിഗിനർ അല്ലേ? ഇപ്പൊ ഞാനാണേലും ഞാൻ ഇപ്പൊ അധിക കാലൊന്നും ആയിട്ടില്ല ഓടിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഒരു എൽബോർഡ് വെച്ച ഒരാള് കിടന്ന് പതറുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ഓക്കെ അയാള് പതറുവാണ്, അയാളും വണ്ടി ഓടിക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. നാളെ ഒരു ദിവസം അയാൾ ചിലപ്പോ ഈ റോഡിൽ കൂടെ ചീറിപ്പാഞ്ഞ് പോവായിരിക്കും. പക്ഷെ ഇപ്പൊ അയാൾ ഓടിക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. ആ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. നമ്മളെല്ലാ സ്റ്റുഡൻസിനും നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നില്ലേ? അതുപോലെ തന്നെയുള്ള ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും. പിന്നെ പരമാവധി നല്ല ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നല്ല രീതിക്കൊക്കെ പഠിച്ച് സത്യം ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പയ്യനെ തിരക്കില്ലാത്ത റോഡിൽ കൂടെ ഒക്കെ ഓടിച്ച് അങ്ങനെയൊക്കെ പഠിച്ച് പിന്നെ ചെറിയ തിരക്കുള്ള റോഡ് അങ്ങനെ ഒരു ഗ്രാജുവലി കയറിപ്പോയാലേ കാര്യമുള്ളൂ. ലൈസൻസ് എടുത്ത് പിറ്റേ ദിവസം വണ്ടി എടുത്ത് 80 പറപ്പിച്ച് എല്ലായിടത്തും പോയി മട്ട കയറിയിട്ട് ഒരു കാര്യം. അതെ. പിന്നെന്താ, ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പഠിക്കാം. നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യം പോവാ, അതേ ഉള്ളൂ. നല്ലപോലെ പഠിപ്പിക്കും എന്ന് ഉറപ്പുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ, പേരുള്ള ഡ്രൈവിംഗ് സ്കൂളൊന്നല്ല, നല്ലപോലെ പഠിപ്പിക്കും എന്ന് ഉറപ്പുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ. അതെ, അല്ലാണ്ട് ചുമ്മാ ടെസ്റ്റിന് വേണ്ടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഗിയർ മാറ്റുന്നിടത്ത് പോയിട്ട് ഒരു കാര്യമില്ല. 4 ഗിയർ ഇടാനും മാത്രം പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളാണെങ്കിൽ പിറ്റേ ദിവസം അവിടെ നിന്ന് നിർത്തുക. അതായത് യൂട്യൂബ് വീഡിയോ നോക്കിയാണ് നമുക്ക് പഠിക്കാം. അതെ, യൂട്യൂബ് ഒക്കെയാണ് ഡ്രൈവിംഗ് പഠിക്കാം. പക്ഷെ അന്നേരം ആദ്യം ആൾക്കാരില്ലാത്തടത്ത് ഓടിച്ച് പഠിച്ച് വേണം ഉരുട്ടി പഠിക്കണം. അതെ, എന്നിട്ട് റോഡിലേക്ക് എല്ലാവരും അറിയാവുന്നവരുടെ ഒക്കെ കൂടെ കോൺഫിഡൻസ് ഉള്ളവരുടെ കൂടെ കയറി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത്രേ ഉള്ളൂ. ക്ഷമയും വേണം. ഇത് മെല്ലെ ശരിയാവുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ആരെങ്കിലും ഒന്ന് ബ്രേക്ക് ഔട്ടെന്ന് ഇത്രയും പിടിച്ചോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോ ഒരാൾ സഡൻ ബ്രേക്ക് ഇടുന്ന ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോഴായിരിക്കും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ അയാൾക്ക് അറിയണമെന്നില്ല. നേരെ സഡൻ ബ്രേക്ക് ഇട്ടു, അപ്പൊ നമ്മള് നേരെ നോക്കിയായിരിക്കും ചിലപ്പോൾ സൈഡ് നോക്കി വർത്താനം പറയും. അങ്ങനെ എന്തേലും നമ്മളിപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ ഈ ഫ്രണ്ടിലെ ബ്രേക്ക് കിട്ടുന്നത് നമ്മൾ കാണില്ല, നേരെ പോയി കയറും. അങ്ങനെയൊക്കെയാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഓവർ സ്പീഡ് ഒരു വലിയ ഫാക്ടറാണ്. അത് പറഞ്ഞപ്പോ ഞാൻ കറക്റ്റ് എന്റെ സ്പീഡോമീറ്ററിലോട്ട് നോക്കി, എത്രയാ 50 ഉള്ളൂ. അതെ, ഇവിടെ വലിയ ഓവർ തിരക്കൊന്നും ചെറിയ തിരക്കുണ്ട്, കുഴപ്പമില്ല, സേഫ് ആയിട്ടുള്ളതില്ല. അതിനെ കാണാം. ഓക്കെ, സോ ഞങ്ങളുടെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇനി എപ്പോഴും കോൺവെക്കേഷന് എടുക്കാം, എക്സാമിന് എപ്പോഴേലും ഒരെണ്ണം പറ്റുന്ന ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ബസ്സിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അത് കഴിഞ്ഞ് നമ്മളെല്ലാരും പല വഴിക്കായിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ തമ്മിൽ കാണാതിരിക്കാൻ കഴിയൊന്നുമില്ല. എന്നാലും ഈ ഒരു ഫണ്ണ സംഭവം കോളേജിൽ പോയി വരുന്ന ആ ഒരു പരിപാടി ഒരു സ്ഥിരം ആ ഒരു ഫീല് വരില്ല ഇതൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലേ. പിന്നെ നമ്മൾ ഇടപെടുന്ന ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർ, അതെ, ചിലര് ജോലിക്ക് പോകും, ചിലര് പഠിക്കാൻ പോവും,
അങ്ങനെയല്ല, അവിടെ ചെന്ന് ഇടപെടുന്ന ആൾക്കാരാണ് ഡിഫറെന്റ് ആയിരിക്കും. സോ അതിനനുസരിച്ച് മെച്യൂർ ആകുമ്പോൾ നമ്മള് കുറെ കൂടെ ഈ ഒരു ചൈൽഡിഷ് എല്ലാ സംഭവം അങ്ങ് കുറയും. പക്ഷെ എന്നാൽ നമ്മള് കാണുമ്പോൾ എല്ലാം കാണും. അതാണ് കരിക്ക് ജ്യൂസ് കിട്ടുവാണെങ്കിൽ കുടിക്കും. എന്താണേലും ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കോളേജിന്റെ ലാസ്റ്റ് ഉദ്ദേശിച്ചത്, പക്ഷെ പകുതി മുക്കാൽ സ്വാതിര ഡ്രൈവിംഗ് ക്ലാസ് ആയിരുന്നു. എന്നാലും എനിവേ, സോ ദിസ് ഈസ് ഇറ്റ്. എല്ലാം വീട്ടിൽ പോയിട്ട് യൂട്യൂബ് കാണണം. അതെ, എനിക്ക് അപ്ലോഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. പ്രോജക്റ്റിന്റെ പണി അത്യാവശ്യം എല്ലാം തീർന്ന ഒരു സന്തോഷത്തിന്. അതെ, ഇലക്ട്രിക് വണ്ടി പഠിച്ചു പാപ്പൻ. അടുത്ത ഡ്രൈവിംഗ് ക്ലാസ് തുടങ്ങുന്ന പറയാം. അയ്യോ, ഇവിടെ ഈ നാട്ടിൽ വണ്ടി എടുക്കണമെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ശരി, എന്നാ പറഞ്ഞു പോകുന്നു. ഓക്കെ, ടാറ്റാ.